ആവേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ചൊല്ലി പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. രണ്ട് കരങ്ങളും അങ്ങനെ ഒന്ന് ചേർത്ത് പിടിച്ച് ഉയർത്തിപ്പിടിച്ചാലോ? ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് കർത്താവേ, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം, ഞങ്ങളുടെ വീടിൻ്റെ അന്തരീക്ഷത്തിൽ കർത്താവെ അങ്ങയുടെ കരുണ നിറയണം. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ അവസ്ഥയും ഒരുപക്ഷെ ഈ കരുണ അനുഭവിക്കാൻ പറ്റാത്ത വണ്ണം ഏതെങ്കിലും മാനസിക ദുഃഖം, ഭാരം, ഏതെങ്കിലും ബന്ധങ്ങളുടെ തകർച്ച, വലിയ പീഡകളിലൂടെ കടന്നു പോകുന്നവരുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് സമർപ്പിക്കുക. കർത്താവെ, ഞങ്ങൾക്ക് ഈ കരുണ അനുഭവിക്കാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ബലം വേണം. ഏറ്റു പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. അല്പം കൂടെ ഉച്ചത്തിൽ പ്രാർത്ഥിച്ച് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പുതിയ നിയമത്തിലെ ഒരു കുഞ്ഞു ലേഖനമാണ്. 25 വചനങ്ങൾ മാത്രമുള്ള ഒരു ലേഖന പുസ്തകമാണ് യൂദാസിൻ്റെ പുസ്തകം. അങ്ങനെ ഒരു പുസ്തകം ബൈബിളിലുണ്ട്. ആരുടെ പുസ്തകം? യൂദാസ്. പൊതുവെ നമുക്ക് യൂദാസിനെ പരിചയമുള്ളത് ആരായിട്ടാണ്? ഒറ്റുകാരനായ യൂദാസായിട്ടാണ്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ യൂദാസിൻ്റെ ഒരു ലേഖന ഭാഗമുണ്ട്. യൂദാസിൻ്റെ ലേഖനത്തിൻ്റെ 2-ാമത്തെ തിരുവചനം ഒരു കുഞ്ഞു വചനമാണ്. നിങ്ങളിൽ കരുണയും സ്നേഹവും സമാധാനവും സമൃദ്ധമായി ഉണ്ടാകട്ടെ. ആമേൻ. പറഞ്ഞേ ആമേൻ. ആമേൻ. ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെ ഇന്ന് ഏറ്റു പറയാമോ? നിങ്ങളിൽ കരുണയും സ്നേഹവും സമാധാനവും സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഒന്നുകൂടെ പ്രാർത്ഥിച്ചേ. നിങ്ങളിൽ കരുണയും സ്നേഹവും സമാധാനവും സമൃദ്ധമായി ഉണ്ടാകട്ടെ. നമ്മുടെ ഈ ശുശ്രൂഷ സമയത്ത് നമ്മുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ സംഭവിക്കാൻ ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവേ എൻ്റെ ശരീരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. ഓരോ വ്യക്തിയും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, എൻ്റെ ശരീരത്തിൻ്റെ ഓരോ നിലപാടുകളും ആലോചനകളും തീരുമാനങ്ങളും ബുദ്ധി പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ തലയ്ക്കകത്തുള്ള എല്ലാ എതിർ ചിന്തകളും എടുത്തു മാറ്റണമേ. പലരുടെയും തലയ്ക്കകത്ത് പലതരത്തിലുള്ള ചിന്തകൾ കടന്നു വന്ന് നമ്മളെ ഭാരപ്പെടുത്തും. കർത്താവ് നൽകാൻ ആഗ്രഹിക്കുന്ന അഭിഷേകത്തെ അത് മുഴുവൻ ചോർത്തിക്കളയും. ഒരുപക്ഷെ ഇപ്പോൾ നീ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ തന്നെ നിന്നെ ഭാരപ്പെടുത്തുന്ന അനേക ചിന്തകൾ നിന്റെ തലയ്ക്കകത്തോടെ കടന്നു പോകുന്നു. ആ ചിന്തകളെ ഈ സമയം സമർപ്പിച്ച് പരിശുദ്ധാത്മാവിനോട് പറയണം. പരിശുദ്ധാത്മാവേ, എൻ്റെ ചിന്തകളെ വിശുദ്ധീകരിക്കണം. എൻ്റെ ഉള്ളിൽ പ്രകാശം നിറയണം. എന്നെ ഭാരപ്പെടുത്തുന്ന അനേക കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ നിന്റെ കുടുംബത്തിലെ പല കാര്യങ്ങളും നിന്നെ വല്ലാണ്ട് ഭാരപ്പെടുത്തുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ നീ വിഷമിക്കുന്നു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇന്ന് ഈ പരിശുദ്ധ അൽത്താര നിന്റെ ശരീരത്തിൻ്റെ മേൽ വലിയ ഒരു അഭിഷേകം നൽകുകയാണ്. ഓരോ വ്യക്തിയും അത് സ്വീകരിക്കണം. ഒരുപക്ഷെ ചിലര് ഞാൻ രോഗിയാണല്ലോ,
എൻ്റെ രോഗാവസ്ഥ ഇങ്ങനെയാണല്ലോ, എൻ്റെ ജീവിതത്തിൽ ഞാനിനി നന്നാവില്ലല്ലോ, രക്ഷപ്പെടില്ലല്ലോ, എൻ്റെ ജീവിതം നശിച്ചല്ലോ എന്ന് കരുതി ജീവിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അത്ഭുതകരമായ ശക്തി വെളിപ്പെടുന്ന സമയമാണ്. ആഗ്രഹിക്കണം. ലോകം മുഴുവൻ ഇന്നത്തെ ദിവസത്തിൽ അത്ഭുതകരമായൊരു ദൈവകരുണയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ സഹോദര സഹോദരി, നിന്റെ അവസ്ഥ എന്താണ്? ലോകം മുഴുവൻ വലിയ ദൈവകരുണയെ പ്രഘോഷിക്കുമ്പോൾ എന്താണ് എൻ്റെ ഉള്ളിലുള്ള അവസ്ഥ? ഓരോ വ്യക്തിയും ഈ സമയം ഹൃദയത്തിൽ ആലോചിക്കണം, പ്രാർത്ഥിക്കണം. എന്നിട്ട് പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവേ, സ്വർഗത്തിൻ്റെ ശക്തിയെ എൻ്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണം. ചില പാപ വഴികളിലൂടെ സഞ്ചരിച്ചത് കൊണ്ടല്ലേ നമ്മുടെ ശരീരത്തിൽ ചില പാപത്തിൻ്റെ തഴക്ക ദോഷങ്ങൾ കിടക്കുന്നത്. ഈ ശുശ്രൂഷ സമയത്ത് ആ മേഖലകളെ സമർപ്പിച്ച് ആ മേഖലകളെ നിർവീര്യമാക്കാൻ പരിശുദ്ധാത്മാവിനോട് പറയുക, പരിശുദ്ധാത്മാവേ, എൻ്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ അത്ഭുതകരമായൊരു ശക്തി വെളിപ്പെടണമേ, അത്ഭുതകരമായൊരു ശക്തി വെളിപ്പെടണമേ. പ്രത്യേകിച്ച് ചില തഴക്ക ദോഷങ്ങൾ എത്ര കുമ്പസാരിച്ചിട്ടും വിട്ടുമാറുന്നില്ല. അനേകരുടെ കണ്ണുനീരതല്ലേ, എത്ര കുമ്പസാരിച്ചിട്ടും വിട്ടുമാറുന്നില്ല. എത്ര വർഷമായി തഴക്ക ദോഷം എന്നെ പിടികൂടുന്നു. ഇന്നത്തെ ഈ ദിവസം അത്ഭുതത്തിന്റെ ദിവസമാണ്. നീ ഉള്ളുരുകി പ്രാർത്ഥിച്ചാൽ നിന്നിൽ പരിശുദ്ധാത്മാവ് ഇടപെടും. എൻ്റെ സഹോദര സഹോദരി, നീ ഉള്ളുരുകി പ്രാർത്ഥിച്ചാൽ നിന്നിൽ പരിശുദ്ധാത്മാവ് ഇടപെടും. നീ ആഗ്രഹിക്കണം. ഈ പോട്ട ആശ്രമത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വസിച്ച് ഏറ്റുപറയേണ്ട വചനമാണ് സങ്കീർത്തനം 23 അതിൻ്റെ 6-ാം തിരുവചനം. വലതുകര ഉയർത്തിപ്പിടിച്ചോ, ഉച്ചത്തിൽ നമുക്ക് ഏറ്റുപറയാം. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. ഹല്ലേലൂയ. വചനത്തിന്റെ ശക്തി പിടികിട്ടിയോ? വചനം പറയുന്നത് അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെയൊക്കെ പോയാലും ഏതെല്ലാം പ്രവർത്തികൾ ചെയ്താലും വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന വലിയൊരു വാഗ്ദാനമാണ് അവിടുത്തെ ആരുടെ? സർവശക്തനായ ദൈവത്തിൻ്റെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെയെല്ലാം പോയാലും ദൈവത്തിൻ്റെ ഈ കരുണയും നന്മയും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന്. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. ഈ പോട്ട ആശ്രമത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന വലിയൊരു കൃപയെ കുറിച്ചാണ് വചനം പറഞ്ഞത്. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. തൊട്ടടുത്ത വചനം എന്താ? കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവിൻ്റെ ആലയം, ദേ ഈ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയരെ, നമ്മൾ ഇങ്ങനെ ഇവിടെ വന്നിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭാഗമായി, ഇവിടെ വന്ന് ഹല്ലേലിയ പറയുന്നതിൻ്റെ ഭാഗമായി, യേശുവേ എന്ന് വിളിക്കുന്നതിൻ്റെ ഭാഗമായി സംഭവിക്കുന്ന കാര്യം എന്താണ്? ദൈവത്തിൻ്റെ കരുണ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും എന്നും ജീവിതകാലം മുഴുവൻ അനുഗമിക്കും. നീ എവിടെ പോയാലും നിന്റെ കൂടെ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവര് നല്ല കയ്യടി കൊടുത്ത് ഇതിനെ അങ്ങോട്ട് സ്വീകരിച്ചേ. കർത്താവ് ഇതെന്റെ മേലുണ്ടാവട്ടെ, ഇതെന്റെ മേലുണ്ടാവട്ടെ. ഓരോ വ്യക്തിയും ഇത് ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം അതിന്റെ 50-ാം തിരുവചനം ഒന്ന് വായിച്ചേ. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 50. ഇതിവിടെ ഇരിക്കുന്നവർക്ക് മാത്രമല്ല, മറിച്ച് വലിയ ഒരു ആത്മീയ രഹസ്യം കൂടെ പറയും. ഒന്ന് വായിച്ചേ. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 50-ാം തിരുവചനം 1:50. കിട്ടിയില്ലേ? അതെ ഒച്ചത്തി വായിച്ചേ. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. കണ്ടോ? അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. വലതുകര ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന നിന്റെ മേൽ മാത്രമല്ല, നിന്നിലൂടെ തലമുറകൾ കരുണയുടെ കൃപ സ്വീകരിക്കുമെന്ന്. അപ്പൊ നമ്മൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് വെറുതെയാണോ?
കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സാധിച്ചു കിട്ടാനല്ലെന്ന്, മറിച്ച് തലമുറകളോളം നിലനിൽക്കുന്ന അത്ഭുതകരമായ കൃപ. ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുടെ സങ്കടം, അച്ഛാ വീട്ടിൽ ചിലരുണ്ട് വിളിച്ചിട്ട് വന്നില്ല, മക്കളെ വിളിച്ചിട്ട് വന്നില്ല, അവർക്ക് ഇതൊന്നും താല്പര്യമില്ല, പോട്ട ആശ്രമത്തിലോട്ട് പോകുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർ കളിയാക്കും, അമ്മയ്ക്ക് വേറെ പണിയില്ലേ, അപ്പന് വേറെ പണിയില്ലേ, ഇതെന്തിനാ അങ്ങോട്ട് പോണേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. അച്ഛാ പള്ളിയിൽ പോലും പോയിട്ടില്ല, ഞായറാഴ്ച ദിവസമായിട്ട് പള്ളിയിൽ പോലും പോയിട്ടില്ല. അപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ നെഞ്ചിനുള്ളിൽ ഇങ്ങനെയുള്ള ചില ഭാരങ്ങളുണ്ട്. അപ്പൊ ഈ ഭാരങ്ങളും വെച്ച് നമ്മൾ എന്താ ചെയ്യണ്ടേ? വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കുമെന്നുള്ള വചനം അത് സംഭവിക്കും. എപ്പോൾ? എങ്ങനെ? നമ്മൾ നന്നായി പ്രാർത്ഥിച്ചാൽ, നമ്മൾ ഈശോയെ വിളിച്ചാൽ, നമ്മൾ ഇവിടെ ഇരുന്ന് കണ്ണുനീരൊഴുക്കിയാൽ അത് തലമുറകളോളം നിലനിൽക്കുന്ന വലിയൊരു അനുഗ്രഹമായിരിക്കും. വിശ്വസിക്കുന്ന എല്ലാവരും 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ഒന്ന് കണ്ണടച്ചേ. നിങ്ങൾ ഈ 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊന്ന് കാണണം, കണ്ണടച്ച് നിങ്ങൾ മനസ്സിൽ കാണണം, നിങ്ങളുടെ വീടിനെ നിങ്ങൾ മനസ്സിൽ കാണണം. കർത്താവേ, ഈ പോട്ട ആശ്രമത്തിൽ വന്ന് നിന്ന് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ വീടിന് മുകളിലേക്ക് ഇതാ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് കർത്താവെ അങ്ങയുടെ കരുണയുടെ കൈകളിലാണ്. കർത്താവെ, തലമുറകൾ തോറും തലമുറകൾ തോറും തലമുറകൾ തോറും അങ്ങ് കരുണ വർഷിക്കുന്നവനാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ കുടുംബത്തിലെ അടുത്ത തലമുറയുടെ മേൽ കർത്താവെ കരുണയായിരിക്കണമേ. ഓരോ വ്യക്തിയും ആഗ്രഹിക്കണം. ഒരുപക്ഷെ സഹോദരങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ വഴക്കുകളോ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ആ തലമുറകളുടെ മേലുള്ള തടസ്സം മാറാൻ പ്രാർത്ഥിച്ചുകൊള്ളൂ. മക്കളോടുള്ള ഏതെങ്കിലും ഭാരത്തിൽ നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടെങ്കിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊള്ളൂ. കർത്താവെ, തലമുറകൾ തോറും അവിടുത്തെ കരുണ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നിറയട്ടെ. തലമുറകൾ തോറും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നിറയട്ടെ. അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. കരങ്ങൾ അങ്ങനെ ഉയർത്തിപ്പിടിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ വീട്ടിലേക്ക് കരുണ വർഷിക്കപ്പെടട്ടെ, എൻ്റെ തലമുറകളിലേക്ക് കരുണ വർഷിക്കപ്പെടട്ടെ, എൻ്റെ കുടുംബ ബന്ധങ്ങളിലേക്ക് കരുണ വർഷിക്കപ്പെടട്ടെ. നമ്മളെല്ലാവരും പാപികളാണ്. പാപികളല്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഇല്ല. നമ്മളെല്ലാവരും പാപികളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും ഉള്ളിൽ ചിന്തിക്കുകയാണ്, ഇല്ലച്ചാ എല്ലാവരുടെയും പോലെ അല്ല എൻ്റെ പാപാവസ്ഥ, ഞാൻ അങ്ങേറ്റം പാപം ചെയ്ത വ്യക്തിയാണ്. ഇല്ലെന്ന്, കർത്താവിന് എന്നെ രക്ഷിക്കാൻ പറ്റില്ല, അതുപോലെ ഞാൻ പാപം ചെയ്തു പോയി, അതുപോലെ തകർന്നു പോയി, അതുപോലെ തെറ്റായ തീരുമാനം. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിന്നോട് കർത്താവ് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? നീ എത്ര വലിയ പാപം ചെയ്ത് കടന്നുപോയ വ്യക്തിയാണെങ്കിലും, എത്ര വലിയ തകർച്ചയുടെ കുഴിക്കകത്താണ് നീ കിടക്കുന്നതെങ്കിലും, ഇന്നത്തെ ദിവസത്തില് കർത്താവ് നിനക്ക് വേണ്ടി വെച്ച് നീട്ടുന്ന എന്തെന്നറിയാവോ? ഈ പാപ അവസ്ഥയെ നീ ഒന്ന് അംഗീകരിച്ചാൽ, ഈ പാപ അവസ്ഥയ്ക്ക് നിന്ന് പുറത്തു കടക്കാൻ നീ ഒന്ന് ആഗ്രഹിച്ചാൽ, നിനക്ക് വേണ്ടി കൈനീട്ടി വരുന്ന സർവശക്തനായ ദൈവമുണ്ട്. ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. നീ എത്ര വലിയ പാപം ചെയ്ത് കടന്നുപോയ വ്യക്തിയാണെങ്കിലും, നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, ചോദിക്കാൻ തയ്യാറാണെങ്കിൽ, നിന്റെ മേൽ കർത്താവിന്റെ കരുണ ഇന്നത്തെ ദിവസത്തില് അതൊരു അഭിഷേകമായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 7:37, ചാപ്റ്റർ 7, സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 7 വേഴ്സ് 37. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. ദാഹിക്കുന്നവർ ആരാണ്? ദാഹം വേണം. ദാഹിക്കുന്നവർ എൻ്റെ പക്കൽ വരട്ടെ. ഈ ദാഹം എന്ന് പറഞ്ഞാൽ വെറും വെള്ളം കുടിക്കാനുള്ള ദാഹത്തെക്കുറിച്ചല്ല വിശുദ്ധ ഗ്രന്ഥം ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ അനുതാപത്തിന് വേണ്ടി ഒരു ദാഹമുണ്ടാവണം. ഈ പാപ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു ദാഹമുണ്ടായിരിക്കണം. ഈ ദാഹം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പറഞ്ഞേ ആമേൻ, ആമേൻ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ നിനക്കൊരു ദാഹം വേണം. പറഞ്ഞു കൊടുത്തേ, നിനക്കൊരു ദാഹം വേണം. നിനക്കൊരു ദാഹം വേണം. എന്തിനു വേണ്ടി? നമ്മുടെ ജീവിതത്തിൽ ഈ സാഹചര്യങ്ങളൊന്ന് മാറണം. എൻ്റെ വീട്ടിൽ ഈ സാഹചര്യങ്ങളൊന്ന് മാറണം.
അതിനു വേണ്ടി ഒരു ദാഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ദാഹമുണ്ടോ? അല്ല, ഉണ്ടോ അറിയാൻ വേണ്ടി ചോദിക്കുക അല്ലേ? പലരുടെ അവസ്ഥ എന്നാണെന്നറിയോ? കുറച്ച് നാള് ചില അവസ്ഥകളിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ അവർ ചിന്തിക്കും, ഓ ഇനി എന്താ, ഇനി ഇങ്ങനെ തന്നെ പോട്ടെ, ഇനി ഇങ്ങനെയൊക്കെ തന്നെ പോവുള്ളൂ, ഇത്രയും പ്രായമായി, ഇതാണ് അവസ്ഥ, ഇനി ഇതൊന്നും രക്ഷപ്പെടിയല്ല. നമ്മളോട് തന്നെ പൈശാചികമായ ഒരു ചിന്തകൾ കൊണ്ട് നമ്മളെ നിറയ്ക്കും. എന്നിട്ട് നമ്മൾ തന്നെ ചിന്തിക്കും, ഇതൊന്നും നന്നാവില്ല, ഇതൊന്നും ശരിയാവില്ല, ഇതൊന്നും രക്ഷപ്പെടിയാല. അതാരുടെ ചിന്തയാ? പറഞ്ഞ ആരുടെ ചിന്തയാ? പിശാചിന്റെ ചിന്തയാണ്. ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും തലയിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ, എൻ്റെ മകൻ, ഓ ഇനി അവൻ ഇങ്ങനെയാച്ച, അവനും നന്നാവില്ല, ഭർത്താവ് ഒന്നും പറയണ്ട, ഇത്ര വർഷമായില്ല, ഇനി അയാൾ എന്നാ നന്നാവനായി, അയാൾ ഇങ്ങനെ തന്നെയാണ്, അവൾ ഇങ്ങനെ തന്നെയാണ്, നാട്ടുകാരിങ്ങനെ തന്നെയാണ്, നീ ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ ചിന്തിച്ച് നിന്റെ തലയ്ക്കകത്തൊരു പൈശാചിക പീഡ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. ഇന്നത്തെ ദിവസത്തിൽ കർത്താവ് പറയുന്നത് അതൊരു ദൈവിക ചിന്തയല്ല. നിനക്കൊരു മാറ്റം വേണം. പറഞ്ഞേ, നിനക്കൊരു മാറ്റം വേണം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, നിനക്കൊരു മാറ്റം വേണമെന്ന്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഉള്ളിൽ ഒരു ദാഹം വേണം. ദൈവിക പ്രവർത്തികൾ അനുഭവിക്കുവാൻ നിന്റെ ഉള്ളിൽ നിനക്കൊരു ദാഹം വേണം. വലതുകര ഉയർത്തി ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 51 വചനം 1-ാം തിരുവചനം നമുക്കറിയാവുന്ന ഒരു സങ്കീർത്തന വചനമാണ്. ഇന്ന് തുറന്നു വായിച്ചേ, ബുക്ക് ഓഫ് സാം, സങ്കീർത്തനം 51 അതിന്റെ 1-ാം തിരുവചനം. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. ആരുടെ പ്രാർത്ഥനയാ? ദാവീദിന്റെ പ്രാർത്ഥനയാണ്. നമ്മൾ ശ്രദ്ധിച്ചേ, ഇങ്ങോട്ട് നോക്കിക്കേ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവസ്നേഹം ഇത്രയും അനുഭവിച്ച മറ്റൊരു മനുഷ്യനുണ്ടോ? ഇല്ലല്ലോ. ഇത്രമേൽ ദൈവസ്നേഹം അനുഭവിച്ച ദാവീദ്, എന്നാൽ തൻ്റെ ജീവിതത്തിൽ ചില പാപാവസ്ഥകളിലൂടെ കടന്നുപോയി കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ജീവിതം അവസാനിച്ചു എന്നും പറഞ്ഞ് മാറിക്കിടക്കുകയല്ല, മറിച്ച് തമ്പുരാന്റെ മുമ്പിൽ മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു? ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ ഇങ്ങനെ ദാവീദിനെ പോലെ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, ചോദിക്കേണ്ട ദിവസമാണ്. അങ്ങനെ ചോദിച്ചാൽ ദൈവം തൻ്റെ കരുണയിൽ നമ്മളെ ചേർത്ത് പിടിക്കും. വലതുകര ഉയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ വലതുകര ഉയർത്തിക്കൊണ്ട് തന്നെ ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞോ, ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. ഹല്ലേലൂയ. ഈ സങ്കീർത്തനം 51 മനോഹരമായിട്ടുള്ള ഒരു തലക്കെട്ട് സങ്കീർത്തകൻ കൊടുത്തിട്ടുണ്ട്. ആ തലക്കെട്ട് എന്താണെന്നറിയോ? ദൈവമേ കനിയണമേ എന്ന് പറഞ്ഞേ. ദൈവമേ കനിയണമേ, കർത്താവെ കരുണയുണ്ടാകണമേ. ഇതാണ് എൻ്റെ അവസ്ഥ. എൻ്റെ അവസ്ഥയിൽ കർത്താവെ കരുണയുണ്ടാകണമേ. ആമേൻ, ആമേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി കുമ്പസാരിക്കാനും തിരിച്ചു വരുവാനുമുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുമ്പസാരിച്ചവരാണെന്നറിയാം. വിശുദ്ധ വാരത്തിൽ കുമ്പസാരിച്ചു, ഡിവൈൻ മേഴ്സിയുടെ തിരുനാളിനോടനുബന്ധിച്ച് കുമ്പസാരിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇനി നിങ്ങൾ കുമ്പസാരിക്കുമോ? നമ്മൾ കുമ്പസാരത്തിന് ശേഷം മുട്ടുകുത്തി ഒരു തീരുമാനം എടുത്തിരുന്നല്ലോ, ഒരു പ്രതിജ്ഞ എടുത്തിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? മനസ്താപ പ്രകരണം എന്ന പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് എന്താ പറഞ്ഞത്? ഇനി ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ തയ്യാറാണ്. എന്നാ തീരുമാനം എന്നറിയോ? മരിക്കാനും ഞാൻ തയ്യാറാണ്. എന്തിനു തയ്യാറാണെന്ന്? മരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാനൊരു കുമ്പസാരമല്ല, ഇനി ഞാൻ എന്താണ്? മരിക്കാം. എന്നിട്ട് എന്താ അവസ്ഥ? അതച്ഛാ ഞങ്ങൾ പള്ളിയിൽ വെച്ച് തീരുമാനം എടുക്കും, പക്ഷേ അച്ഛാ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നു. വായിൽ നിന്ന് വീഴുന്ന വാക്ക് നമുക്ക് തന്നെ ഒരു പിടുത്തം കിട്ടുന്നില്ല. വലിയൊരു ഭാരം അച്ഛാ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം?
വീണ്ടും നമ്മൾ അനുതപിക്കണം. വീണിടത്ത് കിടന്നേക്കരുത്. ഈശോ കുരിശിന്റെ യാത്രയിൽ 1-ാം സ്ഥലത്ത് വീണു, എന്നാ പിന്നെ അവിടെ തന്നെ കിടന്നോ? ആണോ? അല്ല. കിടന്നവൻ എഴുന്നേറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു പാഠം. ഞാനിത് പറയാൻ കാരണം ഇവിടെ ഇരിക്കുന്ന ചിലരുടെ തലയ്ക്കകത്തൊരു ചിന്തയുണ്ട്, ഇതെന്നാ ജീവിതം അച്ഛാ, ഞങ്ങളിങ്ങനെ കുമ്പസാരിക്കുന്നു, വീണ്ടും പാപം ചെയ്യുന്നു, വീണ്ടും കുമ്പസാരിക്കുന്നു, വീണ്ടും പാപം ചെയ്യുന്നു, ഇനി എനിക്കിത് പറ്റത്തില്ല, ഇനി എന്തിനാ ഇങ്ങനെ എന്ന് നമ്മുടെ തലയ്ക്കകത്ത് പിശാച് ഒരു ചിന്ത കൊണ്ടുതരും. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും ശ്രദ്ധിക്കേണ്ടത്, നീ പിശാച് പറഞ്ഞത് കേട്ട് നിന്റെ ജീവിതത്തെ നാശത്തിന് വിട്ടുകൊടുക്കാനല്ല. എത്ര വലിയ തെറ്റ് ചെയ്താലും പാപാവസ്ഥയിലൂടെയാണെങ്കിലും തമ്പുരാന്റെ മുമ്പിൽ മുട്ടുകുത്തി അനുതാപത്തിന്റെ കൃപ സ്വീകരിച്ചോണം, തിരിച്ചു വരണം. വീണിടത്ത് കിടക്കരുതെന്ന്. വീണിടത്ത് കിടക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് ഈ ശുശ്രൂഷ അവസരത്തിൽ ഓൺലൈനിലും ഓഫ്ലൈനിലും പങ്കെടുക്കുന്നവർ ശ്രദ്ധിക്കുക. നിന്റെ ജീവിതാവസ്ഥ എത്ര വലിയ കുഴിക്കകത്താണെങ്കിലും ആ കുഴിക്കകത്ത് കിടന്ന് നരകിക്കാനല്ല നിന്റെ ജീവിതം. കർത്താവ് ഇതാ കൈ നീട്ടി നിന്നെ ആ കുഴിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നീ സഹകരിക്കണം. നീ അങ്ങനെ തന്നെ കടന്ന് ഇനി എന്നെ രക്ഷപ്പെടുത്താൻ ആരുമില്ല എന്ന് കരുതി ചിന്തിച്ചുകൊണ്ട് അങ്ങനെ കടന്നാൽ നിന്നെ ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. നിന്നെ രക്ഷപ്പെടുത്താൻ ഇതാ തമ്പുരാൻ കർത്താവ് നിന്റെ നേരെ കൈ നീട്ടിയിരിക്കുന്നു. ആ കയ്യേൽ നീ കയറി പിടിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചിലപ്പോൾ നമുക്ക് തോന്നും, പക്ഷേ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ. സാരമില്ലെന്ന്. ദൈവത്തിന്റെ കരുണ നിന്നെ പഠിപ്പിക്കുന്ന പാഠം, നീ വീണിടത്ത് കിടക്കരുത്, മറിച്ച് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ ചോദിച്ചു പിടിച്ചോണം. കാരണം ദൈവത്തിന് നമ്മളെ അറിയാം. ഈശോയ്ക്ക് നിന്നെ അറിയാം. നിന്റെ അവസ്ഥ ഈശോയ്ക്ക് അറിയാം. നിന്നെ വെറുതെ വിട്ടുകളയില്ല, നിന്നെ കരയാൻ വിട്ടുകളയില്ല, നിന്നെ ഒറ്റപ്പെടുത്താൻ കർത്താവ് വിട്ടുകളയില്ല. കർത്താവ് നിന്നെ അറിയാം, കർത്താവ് നിന്നെ ചേർത്ത് പിടിക്കുന്നു. നീ ചെയ്യേണ്ട കാര്യം, ഈ കരുണയ്ക്ക് വേണ്ടി നീയും ആഗ്രഹിക്കണം. 2 കരങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് എന്നിട്ട് ഉച്ചത്തിൽ പ്രാർത്ഥിച്ച്, യേശുവേ, എന്റെ മേൽ കരുണയായിരിക്കണമേ. ജീസസ്, have mercy on me. Hallelujah. Hallelujah.